ഇനി ഞാൻ നിങ്ങളോട് എനിക്ക് ദൈവം തന്ന ദർശനങ്ങളെപ്പറ്റി ഞാൻ വീണ്ടും പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം മുഴുവനും കലുഷിതമാകാൻ പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമി യുദ്ധശ്രുതികളെ കൊണ്ട് നിറയുമെന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഞാൻ പ്രത്യേകമായിരിക്കും ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ വരുവാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധം തീരുകയില്ല. ഇസ്രയേലും ഹമാസും തമ്മിൽ ആരംഭിച്ചിരിക്കുന്ന യുദ്ധം തീരുവാൻ സാധ്യതയെ കാണുന്നില്ല. അതെന്താണ്? മാനുഷികമായിരിക്കുന്ന കാര്യങ്ങൾ കൂടിയല്ല ഞാൻ പറയുന്നത്. കാരണം ഇതിനകത്ത് വലിയൊരു മർമ്മമുള്ളത്, ഇസ്രയേൽ രാജ്യത്തിന് ദൈവം കൽപ്പിച്ചാക്കിയ ഒരു അതിരുണ്ട്. ആ അതിര് മുഴുവനും അവരെന്താണ് സ്വന്തമാക്കുവോളം, പണ്ട് ജോഷുവയുടെ കാലത്ത് ദൈവം കൊടുത്ത ഈ അതിര്, അത് അവർ സ്വന്തമാക്കുവോളം യുദ്ധം തീരത്തില്ലെന്ന് മാത്രമല്ല, അവരെന്താണ് സകല രാജ്യങ്ങളെയും കയറി അങ്ങോട്ട് ആക്രമിക്കാൻ പോവുകയാണ്. എല്ലാ രാജ്യങ്ങളും അവരങ്ങോട്ട് കയറി ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ച് അവരുടെ രാജ്യത്തിന്റെ വിസ്തൃതി പൂർത്തിയാക്കുന്നതും വരെയും ഈ യുദ്ധം മുമ്പോട്ട് തീരും. അവരെ ആർക്കും കീഴടക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കാണുമ്പോർക്കും ഇപ്പം ഇസ്രയേൽ തീരും. അങ്ങനെയല്ല. ഇറാൻ എന്നും പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ ഇസ്രയേലിനെ പറിച്ചു കളയുമെന്നാണ്. യെരമ്യാവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിന്നെ പറിച്ചു കളയുവാൻ ഞാൻ ഇനി ആരെയും അനുവദിക്കത്തില്ല. അപ്പോഴെന്താണ്? ദൈവത്തിന്റെ വചനം മുഖാന്തരമാണ് ഈ ലോകത്തിലെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇസ്രയേലിനെ പറിച്ചു കളയാൻ ഒരു രാജ്യത്തിനും കഴിയത്തില്ല. ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും തകർന്നു പോകും. ഇനി നാളെ ചൈനയും ഈ യുദ്ധത്തിൽ ഇടപെടും. ഞാൻ ഉറപ്പായിട്ട് പറയും, ചൈന യുദ്ധത്തിൽ ഇടപെടും, ചൈനയും തകർന്നു പോകും. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പക്ഷെ ചൈന എന്ന് പറഞ്ഞ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെടും. ചൈന യുദ്ധത്തിൽ ഇടപെടും. അവരെന്തോ വലിയ വൻ ശക്തിയാണെന്നുള്ള രീതിയിൽ ഇടപെടും. പക്ഷെ ദൈവത്തിന്റെ ഹിതത്തിന് വിരുദ്ധമായിട്ട് ചൈനയോ റഷ്യയോ അമേരിക്കയോ ഇന്ത്യക്കോ ആർക്കും നിലനിൽപ്പില്ല. അപ്പോൾ ചൈന തകരാൻ പോവുകയാണ്. ഈ യുദ്ധത്തിൽ അവർ പങ്കെടുക്കുമ്പോൾ. എന്ന് മാത്രമല്ല, ഇസ്രയേലിന്റെ രാജ്യം വിസ്തൃതമാകണം. ഇസ്രയേൽ എന്ന രാജ്യത്തിന്റെ വിസ്തൃതമായിരിക്കുന്ന അനുഭവത്തിലേക്ക് അവർ വരണമെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള അയൽ രാജ്യങ്ങളുടെ അവരുടേതായിരിക്കുന്ന ആ സ്കെച്ച് അല്ലെങ്കിൽ അവരുടെ അതിർത്തികൾ മാറണമല്ലോ. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ മുഴുവനും ഭയാനകമായിരിക്കുന്ന അനുഭവത്തിലേക്ക് വരാൻ പോവുകയാണ്. ഒരൊറ്റ രാജ്യത്തിന് അവിടെ നിലനിൽപ്പില്ല. ഇറാന്, ഇറാഖ്, സിറിയ, ജോർദാന്, ഈജിപ്ത്, ഇതിന്റെ എല്ലാ അതിരുകൾ ഈ ദിവസങ്ങൾ മാറ്റി എഴുതത്തക്കവണ്ണമുള്ള യുദ്ധങ്ങൾ ഇനി അവിടെ നടക്കാൻ പോവുകയാണ്.